നമസ്കാരം. ബിഫോർ ന്യൂസിലേക്ക് സ്വാഗതം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വം നീതിന്യായ വ്യവസ്ഥയുടെയും മനുഷ്യാവകാശങ്ങളുടെയും അടിസ്ഥാന ശിലകളിലൊന്നാണ്. ഇതിന്റെ പൊരുൾ പല തലങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യാം. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് ആ വ്യക്തിയോടുള്ള ഏറ്റവും വലിയ അനീതിയാണ്. അത് അവരുടെ ജീവിതത്തെയും ഭാവിയെയും തകർക്കും. കുറ്റവാളികൾ രക്ഷപ്പെടുന്നതിനേക്കാൾ ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കും. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോൾ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യും. നിയമപ്രകാരം ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ അയാൾ നിരപരാധിയായി കണക്കാക്കപ്പെടുന്നു. കുറ്റം സംശയലേശമന്യേ തെളിയിക്കപ്പെടാതെ ഒരാളെ ശിക്ഷിക്കുന്നത് നീതിയല്ല. ചെറിയ സംശയമെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കണം. നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിരപരാധികളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റായ ശിക്ഷകൾ ഒഴിവാക്കുന്നതിന് പരമമായ മുൻഗണന നൽകണം. കാരണം തെറ്റായ ശിക്ഷകൾ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. ഓരോ വ്യക്തിക്കും അന്തസ്സും അവകാശങ്ങളുമുണ്ട്. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുന്നത് അവരുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ഏത് സമൂഹത്തിലും ഈ തത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. നിരപരാധിയായ ഒരാൾക്ക് പോലും ശിക്ഷ ലഭിക്കാമെന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ഭയവും അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയെ സൃഷ്ടിക്കപ്പെടും. നീതിന്യായ വ്യവസ്ഥ സുതാര്യവും നീതിയുക്തവുമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ചുരുക്കത്തിൽ ഈ വാക്യം നിയമത്തിന്റെയും നീതിയുടെയും ധാർമ്മികതയുടെയും ആഴത്തിലുള്ള ഒരു തത്വമാണ്. കുറ്റവാളികളെ കണ്ടില്ലെന്ന് നടിക്കാനോ കുറ്റവാളികളെ വെറുതെ വിടാനോ ഉള്ള ആഹ്വാനമല്ല ഇത്. മറിച്ച് നീതി നടപ്പാക്കുമ്പോൾ ന്യായബോധത്തിനും ജാഗ്രതയ്ക്കും നൽകേണ്ട പ്രാധാന്യത്തെയാണ് ഇത് ഊന്നി പറയുന്നത്. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നത് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇതിവിടെ പറയാനുള്ള കാരണം എന്തെന്നാൽ പെരുമ്പാവൂർ ജിഷ വധക്കേസിനെ കുറിച്ച് ഒരാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വായിക്കാൻ ഇടയായതുകൊണ്ടാണ്. ഷെഫീഖ് എന്നാണ് ആ പോസ്റ്റ് ഇട്ട ആളിന്റെ പേര്. ആദ്യം ഞാൻ വിചാരിച്ചു അദ്ദേഹമാണ് ഈ പോസ്റ്റ് എഴുതിയത്. പക്ഷേ അദ്ദേഹമല്ല, അദ്ദേഹം മറ്റൊരാളുടെ പോസ്റ്റ് ഷെയർ ചെയ്യുകയാണെന്നാണ് പിന്നീട് മനസ്സിലായത്. ജിഷ വധക്കേസിനെ കുറിച്ച് സ്വന്തം നിലയിൽ അന്വേഷണം നടത്തി തന്റെ മനസ്സിലെ തോന്നലുകളാണ് അദ്ദേഹം ആ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ആളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം അന്ധമായ ഒരു സംഘി വിരോധിയാണ് എന്നാണ് മനസ്സിലായത്. അതെന്തോ ആയിക്കോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. അമീറുൽ ഇസ്ലാം എന്ന ജിഷ വധക്കേസിലെ പ്രതിയുമായി താൻ സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന അദ്ദേഹം ഇട്ട ഈ പോസ്റ്റ് 1600-ൽ അധികം തവണ ഷെയർ ചെയ്യപ്പെട്ടതായി കാണാം. കാരണം അത്രയും അധികം ആളുകളിലേക്ക് അത് എത്തപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇദ്ദേഹം എഴുതിയത് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നാം. എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു കേരളീയനും ഈ സത്യം അറിയാതെ പോകരുത് എന്ന ടാഗ് ലൈനോട് കൂടിയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിയൂർ സെൻട്രൽ ജയിലിന്റെ കനത്ത ഇരുമ്പുമറയ്ക്കപ്പുറം അവൻ ഇന്നലെ 7/4/2021 എന്റെ മുൻപിൽ വന്നു നിന്നു. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിലെ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി അമീറുൽ ഇസ്ലാം. ഈ കേസിനെ കുറിച്ച് പഠിക്കുന്തോറും കൂടുതൽ സങ്കീർണതകളിലേക്ക് അതെന്നെ നയിച്ചിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്ന ഒരു വിധിയും പ്രതിയുമാണ് എന്നും ഈ കേസിന്റെ നാൾവഴികളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അരമണിക്കൂറിലേറെ ഞങ്ങൾ സംസാരിച്ചു. പിന്നീട് അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് തോന്നിയ സംശയങ്ങളും ഒക്കെ പാരഗ്രാഫായി 1 by 1 ആയി താഴെ എഴുതിയിട്ടുണ്ട്. അത് ഓരോന്നായി വായിക്കാം. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇതാണ്: പ്രതി നന്നായി മലയാളം സംസാരിക്കുന്ന ഒരാൾ ആയിരുന്നിട്ട് കൂടി അമീറിന് മലയാളം അറിയില്ലെന്നും ഒരു ദ്വിഭാഷിയുടെ സഹായം തേടിയെന്നും പോലീസ് കള്ളം പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ജിഷ മരിച്ച ദിവസം 3 മണിക്ക് പ്രതി തന്റെ മാതാവിന്റെ ഓപ്പറേഷൻ ആയതിനാൽ 6 മണിയുടെ ട്രെയിനിന് ആസാമിൽ പോകുന്നതിനായി പെരുമ്പാവൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ജിഷ കൊല്ലപ്പെടുന്നത് വൈകുന്നേരം 5:30-ക്ക് ശേഷമാണ്. മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: അതായത് അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് പ്രതിയുടെ നാട്ടിൽ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ അപ്പോഴത്തെ പോലീസ് മേധാവി സെൻകുമാർ വിളിച്ചു സംസാരിക്കുകയും പ്രതി തിരിച്ചു വന്നപ്പോൾ ആലുവ സ്റ്റേഷനിൽ ഹാജരാവുകയും ചെയ്തു. അവിടെ തന്റെ ID പ്രൂഫ്, ട്രെയിൻ ടിക്കറ്റ് എന്നിവ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ചൊന്നും രേഖയിൽ വന്നില്ല. ഇതിനെ അവർ നിഷേധിച്ചപ്പോൾ അന്നത്തെ CCTV നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് മാത്രം അത് കേടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് ഇതാണ്: വീണ്ടും ജോലി കുറവായ പ്രതി രോഗിയായ അമ്മ, ഭാര്യ, കുഞ്ഞ് എന്നിവരെ സംരക്ഷിക്കേണ്ടതിനാൽ ജോലിക്കായി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടെ ജോലി ചെയ്തു വരവെ വീണ്ടും പോലീസ് വിളിക്കുകയും അവന്റെ ഒപ്പം റൂമിലുണ്ടായിരുന്ന ഒരാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടെന്നും അവനും ഇതിൽ പങ്കുണ്ടെന്നും പറയുന്നു. എന്നാൽ അവൻ അത് നിഷേധിക്കുന്നു.
എന്നാൽ പോലീസ് കഞ്ചാവ് കേസിന്റെ പേര് പറഞ്ഞ് സോജനും മറ്റു പോലീസുകാരും ചേർന്ന് കാഞ്ചീപുരത്ത് നിന്ന് അമീറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് പ്രതി ജിഷയുടെ കൊലപാതക കേസിനാണ് തന്നെ പിടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. അന്നും ഇന്നും അവൻ അല്ലാഹുവിനെ ആണയിട്ട് പറയുന്നു. അതായത് അന്നും ഇന്നും അവൻ അല്ലാഹുവിനെ ആണയിട്ട് പറയുന്നു തനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്ന്. പോലീസ് കൊണ്ടുവന്ന അമീറിന്റെ ചെരുപ്പുകൾ 9 ഇഞ്ചാണ്. എന്നാൽ അവന്റെ പാദത്തിന്റെ അളവ് 7 ഇഞ്ചാണ്. പിന്നെ ജിഷയുടെ ശരീരത്തിലുണ്ടായിരുന്ന ദന്തക്ഷതങ്ങൾ പല്ലിന് വിടവുള്ള ഒരാളുടേതാണ്. പക്ഷേ അമീറുള്ളയുടെ പല്ലുകൾ ഏറ്റവും അടുത്തിരിക്കുന്നതാണ്. ആറാമത്തെ പോയിന്റ് ഇതാണ്. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അവൻ തന്റെ ഷർട്ട് പൊക്കി ചില കരുവാളിച്ച അടയാളങ്ങൾ കാണിച്ചു തന്നു. അതൊക്കെ സന്ധ്യ IPS കുറ്റം സമ്മതിക്കാൻ പറഞ്ഞു ചെയ്തു കൂട്ടിയതാണെന്ന് അവൻ കരഞ്ഞു പറഞ്ഞു. ലാത്തിയുടെ അടിയുടെയും അതുപോലെ തന്നെ കുത്തിന്റെയും പാടുകൾ, ബൂട്ടിട്ട് ചവിട്ടിയ അടയാളങ്ങൾ, കൂടാതെ കറന്റ് പിടിപ്പിച്ചു എന്നും അവൻ പറഞ്ഞു. ഏഴാമത്തെ പോയിന്റ് ഇതാണ്. അന്നും ഇന്നും അമീറുള്ളാണ് പ്രതിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനെ പെടുത്തി തന്നെയാണ് എന്ന് എൻ്റെ വിശ്വാസം. കാരണം ഈ ക്രൂരകൃത്യം ചെയ്തവർക്കും അവരെ സംരക്ഷിക്കേണ്ട ഉന്നതർക്കും വേണ്ടി പോലീസിലെ കാലുനീക്കി ക്രിമിനലുകൾ ചേർന്ന് അതിവിദഗ്ധമായി ഒരുക്കിയ വാരിക്കുഴിയിൽ വീണുപോയ ഒരാളാണ് അമീറുൽ. അവനെ കാണുമ്പോൾ തന്നെ നമുക്കത് ബോധ്യമാകും. ഒരാളെ കാണുമ്പോഴാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് പ്രതി ഏത് വാദി ഏത് എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അവർക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രതിയെ വേണമായിരുന്നു. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലെ ഒരാളെ അവർ ഇതിനായി തിരഞ്ഞെടുത്തു. അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തെളിവുകളും നശിപ്പിച്ചു. എട്ടാമത്തെ പോയിന്റ് ഇതാണ്. പിന്നെ DNA ടെസ്റ്റിലോ കോടതിയിലോ വിശ്വസിക്കേണ്ടതില്ല. അതൊക്കെ പണത്തിനും അധികാരത്തിനും മുൻപിൽ മാറി മറിയും. പാവപ്പെട്ട ഒരാളെ പ്രതിയാക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടാക്കാനാണോ പ്രയാസം? ജിഷയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത അമീറുൽ എങ്ങനെ പ്രതിയായി? ഈ ജിഷയെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല എന്നൊക്കെ ഈ പോസ്റ്റ് എഴുതിയ ആൾക്ക് എങ്ങനെ മനസ്സിലായി എന്നറിയില്ല. പിന്നെ താഴെ എഴുതിയിരിക്കുന്നു അമ്പിളിക്കുട്ടന്റെ കണ്ടെത്തലുകളാണിത്. ഇവിടെ NB എന്നിട്ടൊരു പ്രത്യേകം കൊടുത്തിരിക്കുന്നു. സെൻകുമാറും സന്ധ്യയും കൈവച്ച കേസുകൾ എല്ലാം പുനർ അന്വേഷണം നിർബന്ധമാണ്. അത്രയും മലിനമായിരുന്നു അവർ. ഇതാണ് ഈ ഷഫീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് 2021 പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഈ കാലത്തും ഇത് വായിക്കുമ്പോൾ ഇതിലെന്തൊക്കെയോ സത്യമുള്ളതായി നമുക്ക് തോന്നാം. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചർ മുഴുവനായി നമ്മൾ പ്രൊഫൈലിൽ മുഴുവനായി ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കരമായ മത ചിന്താഗതിക്കാരനുമാണ് ഇദ്ദേഹം എന്ന് നമുക്ക് വ്യക്തമായി. എന്തായാലും അതൊക്കെ പോട്ടെ. ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.